നമസ്കാരം. മാർക്ക് കാർണി കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയാകുമ്പോൾ ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഉറ്റുനോക്കുന്നത്. ട്രംപിന് പറ്റിയ എതിരാളിയാണ് മാർക്ക് കാർണി എന്നാണ് കാനഡക്കാർ പോലും വിശ്വസിക്കുന്നത്. രാഷ്ട്രീയപരമായി വലിയ പാരമ്പര്യമൊന്നുമില്ലാത്ത കാർണി നേരത്തെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെയൊക്കെ തന്നെ ഗവർണർ പദവി വഹിച്ചിരുന്ന ആളാണ്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധി നിലനിന്നിരുന്ന കാലത്ത് കാനഡയുടെ സാമ്പത്തിക സ്ഥിതി പിടിച്ചു നിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ആൾ കൂടിയാണ് കാർണി. ഒരു സാങ്കേതിക വിദഗ്ധൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ജസ്റ്റിൻ ട്രൂഡോയെ പോലെ 9 വർഷത്തോളം കാനഡ ഭരിച്ചിട്ടും ഒരിക്കലും ജനങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കാൻ കഴിയാതെ ഒടുവിൽ ഗതികെട്ട് ഇറങ്ങിപ്പോകേണ്ട ഒരു പ്രധാനമന്ത്രിക്ക് പകരമായിട്ടാണ് കാർണി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 86% പേരാണ് കാർണിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ളത്. നിയുക്ത പ്രധാനമന്ത്രിയായ കാർണി ആദ്യമേ തന്നെ പറഞ്ഞത് അമേരിക്കയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന തീരുവ തുടരും എന്ന് തന്നെയാണ്. ഞങ്ങളുടെ രാജ്യത്തെ ഇരുട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്, അവർക്ക് ഒരു കാരണവശാലും ഞങ്ങൾ നിന്നുകൊടുക്കില്ല എന്നും ശക്തമായി പോരാടുക തന്നെ ചെയ്യും എന്നുമാണ് കാർണി വ്യക്തമാക്കിയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ശക്തമായ നിലപാടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയിലും അതല്ലാതെ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലുമൊക്കെ തന്നെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കാനഡയിലെ ജനങ്ങളുടെ മനസ്സ് പിടിച്ചു പറ്റിയ നേതാവ് കൂടിയാണ് കാർണി. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ കാനഡയ്ക്ക് മേൽ 25% തീരുവ ഏർപ്പെടുത്തിയിരുന്നത്. തിരിച്ച് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് കാനഡയും അതിന് മറുപടി നൽകിയിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ട്രൂഡോയെ നിരന്തരമായി കളിയാക്കുന്നതായിരുന്നു ട്രംപിൻ്റെ രീതി. ട്രൂഡോയെ കാനഡ പ്രധാനമന്ത്രി എന്നുള്ളതിന് പകരം കാനഡയിലെ ഗവർണർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് അമേരിക്കയുടെ ഒരു സംസ്ഥാനത്തെ ഭരണാധികാരി എന്ന നിലയിലാണ് ട്രംപ് പലപ്പോഴും ട്രൂഡോയെ വിശേഷിപ്പിച്ചിരുന്നത്. ഇതിനൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ മറുപടി നൽകാനൊന്നും തന്നെ ട്രൂഡോയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ശക്തമായ എതിർപ്പാണ് ഉണ്ടായിരുന്നത്. പാർട്ടിക്കുള്ളിൽ ട്രൂഡോയ്ക്കെതിരെ ഒരു അവിശ്വാസ നീക്കം ഉണ്ടായപ്പോൾ തന്നെ അനുകൂലിക്കാൻ ആരുമില്ല എന്ന കാര്യവും ട്രൂഡോയ്ക്ക് അന്ന് മനസ്സിലായിരുന്നു. മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയൊക്കെ തന്നെ പിണക്കാനും ട്രൂഡോയുടെ നിലപാടുകൾ ഏറെ കാരണമായിരുന്നു. കാനഡയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുമായി ഇത്തരത്തിൽ പിണങ്ങുന്ന ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കുന്ന ഒരു ഭരണാധികാരിയും വെച്ചുകൊണ്ട് ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അവർക്ക് വ്യക്തമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂടി പ്രതിഫലനമായിരിക്കാം ഇപ്പോൾ മാർക്ക് കാർണിക്ക് ഇത്രയധികം പേർ അനുകൂലിച്ച്, അതായത് പാർട്ടി അംഗങ്ങൾ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തിയത്. ലിബറൽ പാർട്ടി നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാർക്ക് കാർണി സമൂഹ മാധ്യമമായ എക്സിലൂടെ ഏവർക്കും നന്ദി അറിയിച്ചു. ഐക്യപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തരാകുന്നതെന്നും നിങ്ങൾക്ക് നന്ദി എന്നുമാണ് മാർക്ക് കാർണി എക്സിൽ കുറിച്ചിരുന്നത്. കാനഡ ജനങ്ങൾക്ക് അർഹിച്ച ആദരം നൽകുന്നതുവരെ അമേരിക്കയുമായുള്ള ബന്ധം ഇങ്ങനെ തന്നെ തുടരും എന്നാണ് കാർണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഖാലിസ്ഥാൻ തീവ്രവാദികൾ ഉൾപ്പെടെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ച പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശത്രുത സമ്പാദിക്കാൻ പോലും ഇതിലൂടെ കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ ഏറ്റവും അധികം കുടിയേറ്റക്കാർ താമസിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് കാനഡ. അവർക്ക് ആർക്കും തന്നെ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണം ഇഷ്ടമായിരുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി മാറുകയാണ് ഈ പുതിയ നീക്കം. ഏതായാലും ലിബറൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 59-കാരനായ മാർക്ക് കാർണി ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ട്രംപും കാനഡയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായി മാറുന്ന ഒരു കാഴ്ചയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആഗോളതലത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. മാർക്ക് കാർണിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ പ്രതാപം വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം മുൻഗണന നൽകുക. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട തൊട്ടു പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നതും. കാനഡയുടെ നഷ്ടപ്രതാപങ്ങളെല്ലാം വീണ്ടെടുക്കാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നീക്കവും.